സ്കിറ്റ് CM ജൂനിയേഴ്സ് ആൻഡ് സീനിയേഴ്സ്. നമുക്ക് വളരെ ആകാംക്ഷയോടെ അതിനായിട്ട് കാത്തിരിക്കാം. ഇവർ ക്രൈസ്തവ സഭാചരിത്രത്തിലെ ഒളിമങ്ങാത്ത വീര പോരാളികൾ. നിത്യതയുടെ മടിത്തട്ടിൽ ഇന്നിവർ വിശ്രാമം കൊള്ളുമ്പോഴും ചരിത്രത്താളുകളിൽ ഈ ധീര രക്തസാക്ഷികൾ മാർഗനിർദ്ദേശികളായി നിലകൊള്ളുന്നു. ക്രിസ്തുവിൻ്റെ ഭാവം സ്വാംശീകരിക്കാൻ വെല്ലുവിളികളെ രക്തസാക്ഷിത്വം കൊണ്ട് നേരിട്ട 2-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ മിഷനറി. സ്രഷ്ടാവിൻ്റെ പ്രമാണത്തിൽ സൃഷ്ടികൾ മായം കലർത്തിയപ്പോൾ 3-ാം നൂറ്റാണ്ടിൻ്റെ ഒടുക്കം ക്രൈസ്തവ സഭകളിൽ ദുരുപദേശങ്ങളുടെ ആവിർഭാവമായി. അതോടെ ക്രിസ്തുമാർഗം ക്രിസ്തു മതമായി. ഇന്ന് 21-ാം നൂറ്റാണ്ടിലെത്തി നിൽക്കുമ്പോൾ ക്രൈസ്തവ മാർഗത്തിൽ സത്യവും വ്യർത്ഥതയും ഇടകലർന്നു നിൽക്കുന്നു. ക്രിസ്തുവിൻ്റെ ഭാവമില്ലാത്ത മർത്യൻ ക്രൈസ്തവ മാർഗത്തെ ഉയർത്തുമ്പോൾ തകർന്നടിയുന്നത് ക്രൈസ്തവ മൂല്യങ്ങളാണ്. ഒരു ഭാവമാറ്റത്തിനായി ഉത്ബോധിപ്പിച്ചുകൊണ്ട് തിരുനാമ സമക്ഷം ഞങ്ങൾ സമർപ്പിക്കുന്നു രൂപാന്തരം. അയ്യോ, ഇവേ നേരം പരവരാ എടുത്തല്ലോ. എടിച്ചു പിന്നെ ഒന്ന് എഴുന്നേക്കടി. രാവിലെ എഴുന്നേറ്റ് പാടി പ്രാർത്ഥിക്കണമെന്നൊരു ബോധം ഇല്ലയോ ഒച്ചേ? എന്റെ അപ്പ ഞാൻ ഉറങ്ങട്ടു, ഉറക്കം വന്നിട്ട് പോയി. എന്ന് രാത്രി എത്ര മണിക്ക് ഉറങ്ങേന്ന് അറിയാവോ? ഉറങ്ങിക്കോടി, കർത്താവ് വരുമ്പോഴും നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങത്തെ. എന്തായാലും അപ്പ നോക്കുമല്ലോ, ഞങ്ങൾക്ക് അത് മതി. ഓഹോ, പുത്ര ഉണന്ന് കിടക്കുമായിരുന്നോ? മൂട്ടി വെയിലടിച്ചിട്ട് അവൻ പുതപ്പിന്റെ ചുരുണ്ടുകൂടി വലിയ വർത്താനം പറഞ്ഞോണ്ട് കിടക്കുവാ. ഈ അപ്പയ്ക്ക് എന്നത്തിന്റെ സോക്കേടാ. ആണടി, എനിക്ക് സൂക്കേടാ. രാവിലെ നിന്നെയൊക്കെ കുത്തി എഴുന്നേൽപ്പിച്ച് പാടി പ്രാർത്ഥിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത സൂക്കേടാ. ഈ പ്രാർത്ഥന കൊണ്ടാ നീയൊക്കെ ഇവിടം വരെ എത്തിയത്. അത് നീ ഒന്നും മറക്കരുത്. എടീ, കർത്താവ് പോലും പറഞ്ഞത് എന്തുവാ? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനാ. ആ എന്നിട്ടാ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പാസ്റ്റങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ അപ്പയായിരുന്നു ഉറങ്ങുന്നത്. എടാ, ആരുറങ്ങിയെന്നാ നീ പറഞ്ഞേ? എടാ, അത് ഞാനിത് ധ്യാനിക്കുമല്ലായിരുന്നു. എന്നിട്ടാ പാസ്റ്റർ അന്തോണിന്ന് വിളിച്ചപ്പോ ഞെട്ടി ഓണന്നത്. ശരിയാടി, ആ ഞെട്ടിയതിന്റെ ക്ഷീണം അപ്പയ്ക്ക് ഇതുവരെ മാറിയിട്ടില്ല. എന്തായിരിക്കടാ രാവിലെ നല്ലതിനൊരു ചൊല്ല്, അല്ലാത്തതിനൊരു തല്ല്. നീയൊക്കെ വേണമെങ്കിൽ വാ. താവേ സ്വോത്രം 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 ദൈവമേ. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കും ദൈവമേ. പ്രഭാതത്തിൽ സ്തുതിക്കുന്നു, നിന്നും പ്രകാശിക്കും ദൈവമേ. കർത്താവേ സ്തോത്രം ദൈവമേ. കൊതുകിൻ്റെ ശല്യം ദൈവമേ. മനമേ പക്ഷി സിബിനെ, മനമേ പക്ഷി ചീലയ്ക്കും. പാട്ടും തെറ്റി പിള്ളാരെ വിളിച്ച് ഇവിടെ ഇരിക്കടാ. വീടല്ലേ ഉറക്കം വരുവാ അപ്പാ. എന്നാ തലങ്ങണേ കൂടെ എടുത്തോ. മനമേ പരിസരബോധം ഇല്ലാതിരിക്കുവാ ദൈവസന്നിധി. മനമേ പക്ഷിഗണങ്ങളുണർന്നി ഗീതങ്ങൾ. മനമേ നീയുമുണർന്നി ചുപാരനെ പാടി സ്തുതിക്കാൻ. രണ്ടൂടെ പാടാൻ. നോക്കിക്കൾ പാടറ. ഓ, ഇത് മലയാളത്തിൽ എഴുതി, മലയാളം ഒട്ടും അറിയത്തുമില്ല. ദൈവമേ സ്വോത്രം. മൊബൈലും എടുക്കാൻ മറന്നു. രാവിലെ എടുത്ത് പാട്ട് പാടാ. നമ്മള് പലത് കണ്ടു. കണ്ടേ? ഓ ഒന്നുമില്ലേ. കർത്താവേ സ്വത്രം സ്വോത്രം സ്വോത്രം.
ദൈവമേ ദിവസം എടുക്കടാ. കർത്താവേ ദൈവമേ കർത്താവേ, നല്ല പകൽക്കാലത്തിനായി അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ഭാവികളുടെ വഴിയിൽ നിൽക്കാതെയും ാതെയും പ്രമാണത്തിൽ സന്തോഷിച്ചവനായ പ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനാമേൻ. വായിരടി. എനിക്ക് മലയാളം അറിയത്തില്ലെന്ന് അറിയില്ലേ? ഓ വായിര്. കർത്താവേ കണ്ണുകളെ തുറക്കണേ. കർത്താവേ. Psalms 23 verse 1. The Lord is my shepherd. പുസ്തകത്തിൽ ഉമ്മ വെക്കാനല്ല പറഞ്ഞേ, രാവിലെ നീയെങ്കിലും വായി. ഇതെന്താ ഫ്രഞ്ചോ? പുസ്തകം തല പിരിച്ചാണോടാ പിടിക്കുന്നേ? ഫ്രഞ്ച് അല്ല, കന്നഡ. Psalms 23 verse 1. The Lord is my shepherd. കാണാനും വയ്യ. മതിയടാ, മതി. നിന്റെ കണ്ണു വിരിഞ്ഞിട്ടില്ല കേട്ടോ. ഇന്നത്തെ ദിവസം നീ നശിപ്പിച്ചു. ഉറങ്ങിക്കൊണ്ടാ വേദപുസ്തകം വായിക്കുന്നേ, ദൈവഭയമില്ലാത്തവൻ. പിന്നെ അപ്പയ്ക്കല്ലേ ഭയമല്ലേ? രാവിലെ ചെന്ന് അതിര് മാന്തിയിട്ട് വന്ന് വേദാന്തം മേടിക്കല്ലേ? ആരതിരുമാതിന്ന് പറയുന്നത് നീ? എടാ, അത് സർവേക്കല്ല് ചെരിഞ്ഞു കിടന്ന് ഞാൻ എടുത്ത് നേരെ വെച്ചതാ. ഓ, അപ്പൊ അതിനെ വിളിക്കുന്ന ഓമന പേരാ തിരുമാന്തലല്ലേ? കർത്താവ് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അന്യന്റെ മോൽ ആഗ്രഹിക്കരുത്. കേട്ടാ? മിണ്ടായിരടി. രാവിലെ വെറും വയറ്റി കുത്തിരുന്ന അപ്പനെ വചനം പഠിപ്പിക്കല്ലേ. കഴിഞ്ഞ ആഴ്ച വന്ന പ്രവാചകൻ എന്തോ പറഞ്ഞ, ഞാൻ നിന്റെ അതിരിനെ വിശാലമാക്കുമെന്ന്. ഓ, ഓ എന്തോ വന്നു. നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പരാ രുചി വരുന്നല്ലേ വചനത്തിൽ പറയുന്നേ. പിന്നെ എന്തുവാടാ നീ കിടന്ന് കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് രാവിലെ? ഓ വന്നു മോനെ, മോനെ. ദൈവവചനം നീ വളച്ചൊടിക്കരുത്. അന്യന്റെ മുതൽ അപകരിക്കരുത്. അത് പാപമാ കുഞ്ഞേ, അത് പാപമാ. നാം ഇങ്ങനെ നേടുന്നതും സമ്പാദിക്കുന്നതൊന്നും നാം അങ്ങോട്ട് പോകുമ്പോ കൊണ്ടുപോകില്ല മോനെ. മറന്നു പോകരുതൊന്നും, നീ മറന്നു പോകരുത്. അപകരിക്കാതെ അങ്ങ് പൊക്കിവിടെ. ബാക്കിയുള്ളവരുടെ സ്വസ്ഥത അപകരിക്കാൻ എന്തിനാ ഇങ്ങനെ കിടക്കുന്നേ? കുറച്ച് നാള് കൊണ്ട് മോഹിപ്പിക്കുക, ഇന്ന് പോകും നാളെ പോകുമെന്നും പറഞ്ഞ്. അങ്ങനൊന്നും പറയില്ല. നീ അത് പറയുമടാ. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ നിന്റെ അമ്മയും അപ്പനുമായി നിന്നെ വളർത്തി വലുതാക്കിയ എന്നോട് തന്നെ നീ അത് പറയണമടാ. നീ ചെറുപ്പത്തിലെ വലിയ പിടിവാശിക്കാരനാ. നീ നിർബന്ധം പിടിക്കുമ്പോഴൊക്കെ ഈ ഞാൻ എന്റെ മുണ്ട് മുറുക്കി കൊടുത്താണ് നിന്നെ വളർത്തിയത്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട അപ്പച്ച. നിനക്കുമില്ലേടാ നിന്നോളം വലുതായ മക്കള്. നാളെ അവര് നിന്നോട് പറയുമ്പോ നിനക്ക് വേദന വരുമടാ. വല്യപ്പൻ ഓശാന പാടാൻ കുറെ കൊച്ചുമക്കള്. അപ്പൻ രാവിലെ ഈ പഴംപുരാണ പ്രവണകണ പോരുത് പ്രാർത്ഥിക്കപ്പാ. രാവിലെ ഇറങ്ങിയേക്കുവാ. ഞാൻ പൊയ്ക്കോളാം. എന്റെ കർത്താവേ, ഇതിനെ കൊണ്ടുപോകാനുള്ള വണ്ടി ഇനിയും താമസിക്കൽ. പരമതമ്പുരാനെ, മിക്കവാറും അതിന്റെ മുമ്പ് അപ്പയ്ക്ക് പോകേണ്ട വണ്ടി വരും. സത്യം. ഗുരുത്തം കെട്ടവൻ ഓരോന്ന് രാവിലെ എന്നെ പേടിപ്പിക്കുവാ. ഇല്ലടാ, അതിനു മുമ്പൊന്നും എന്റെ വണ്ടി വരത്തില്ല. തോട്ടത്തിലെ റബ്ബർ വെട്ടിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. അതൊക്കെ ഞങ്ങള് വെട്ടിക്കോളാം. അത് എന്റെ കാലം കഴിയായിരിക്കോടാ നീ അത് വെട്ടി തിന്നെ. ഇങ്ങനെ ഉണ്ടോ? ദൈവമേ, രാവിലെ പ്രാർത്ഥനയെ മുടങ്ങി. കർത്താവേ സ്തോത്രം. ദൈവമേ കർത്താവേ, നല്ല പകൽക്കാലത്തിനായി കർത്താവേ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഈ പകൽക്കാലം ഉമ്മമാർക്ക് രണ്ടിനും മാനസാന്തരം കൊടുക്കണേ കർത്താവേ. കർത്താവേ, കർത്താവേ സ്തോത്രം സ്തോത്രം. മിസ്കോള. കർത്താവേ സ്തോത്രം. പ്രാർത്ഥിക്കടാ. സ്തോത്രം സ്തോത്രം. രണ്ട് മൊബൈലൊക്കെ ഉള്ള സ്തോത്രം. ടോമി, ഓ ഓ ഓ ആ ടോമിയെ, ടച്ച് ഒന്ന് ഉപയോഗിക്കാൻ പറയാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. എടേ, ഞാൻ ആണെത്തിയ 5 മിനിറ്റ് ഞാൻ ഒന്ന് ഇറങ്ങിയായി. ദാണ്ട് വരുന്നത്. പോയി, എല്ലാം പോയി. അവൻ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് എണ്ണിച്ച് പോയാ മക്കളെ. പോയി. അവന്റെ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ. ദൈവമേ, അങ്ങനൊന്നും കണക്കിടല്ലേ. കുഞ്ഞുനാളിൽ മുട്ടിമേലിരുന്ന് കണ്ണിനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പഠിച്ച എന്റെ ഈ മോഹന് ഇന്നെന്ത് പറ്റി കർത്താവേ? അങ്ങയുടെ പരിപാവനമായ നാമം ദുഷിക്കപ്പെടുമോ അവൻ കൊണ്ട് ഞാൻ പേടിക്കുന്നു. ആ മക്കളെ,
ഇന്ന് അവന് സ്ഥാനമാനവും പണമൊക്കെ മതി. അവൻ പോയിട്ട് വരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. വാ അപ്പച്ച, അപ്പച്ചൻ ഇവിടെ ഒന്ന് കയറി ഇരിക്കുക. ഞങ്ങളുടെ പിതാവേ, എല്ലാം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, പോലെ ഭൂമിയിലുമാക്കണമേ, ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളെ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ, മക്കളെ കേട്ടോ അവന്റെ പ്രാർത്ഥന? അങ്ങനെ ജോർജിന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചോ? അവനെ അതിന്റെ ഐശ്വര്യ അനുഗ്രഹം അവന്റെ വീട്ടിലുണ്ട്. അതിനെങ്ങനാ? നമ്മൾ ദൈവത്തിന്റെ അടുത്ത ആൾക്കാരല്ലേ, നമുക്ക് എന്തുമാകാമല്ലോ. ഞായറാഴ്ച ദിവസം ഉണ്ടല്ലോ നമുക്ക് അവിടെ ചെന്ന് തകർക്കാൻ. മക്കളെ, നമ്മള് ദൈവത്തെ അറിഞ്ഞു തന്നെ ജീവിക്കണം കേട്ടോ. ആ പോയവനെ ഇനി വരട്ടെ, വരുമ്പോ നമുക്ക് അവനോട് സംസാരിക്കാം. മക്കളെ, ഒരു കാലത്ത് ക്രിസ്തുവിന്റെ ഭാവം ധരിച്ച് രാവിലെ എന്തെങ്കിലും ഒന്ന് പറയാൻ വരുമ്പോഴത്തേന് അവനങ്ങ് തുടങ്ങും. അതെ, ഇവിടുത്തെ ഒരു പുരാവസ്തുവാ. ഞാൻ ഈ ഒരു 10 മിനിറ്റ് നില്ലടേ, ജംഗ്ഷനിലോട്ട് ഇറങ്ങി. എന്നാലും ഞാൻ പറയാമെന്ന പറഞ്ഞിട്ടേ പോത്തുള്ളൂ. നിന്നെ പോലുള്ളവരോട് ഞാൻ പറയണം, ഒരു കാലത്ത് ക്രിസ്തുവിന്റെ ഭാവം ധരിച്ച് ഭക്തിക്ക് വില കൊടുത്തിരുന്നു ആദ്യ പിതാക്കന്മാര്. ഇന്നത് അഭിനയ ഭക്തന്മാരുടെ കേളിരകമായി പോയടാ നിന്നെ പോലുള്ളവരുടെ. ഞാൻ പോവുക, നിന്റെ ഇഷ്ടത്തിന് ജീവിച്ചോ. മക്കളെ, രാവിലെ മൂട് കളയാൻ ഒരു അപ്പൻ ഇറങ്ങിയേക്കുക. ഇപ്പം വിളിച്ചതേ നമ്മുടെ ടോമിയാ. ഒരു നല്ല പാർട്ടി കൈ വന്ന് വീണിട്ടു. തുടങ്ങി. എടാ ഗൾഫുകാരാ, കച്ചവടം ഒത്താൻ. അപ്പൊ നല്ല ഒരു തുക കമ്മീഷനുമായിട്ട് ഇങ്ങോട്ട് വരുത്തുള്ളൂ എന്റെ മക്കളെ കാണാൻ. എവിടുന്നാ? അപ്പോ ഇവിടെ പ്രാർത്ഥിക്കുന്നൊന്നും ഇല്ലേ? എന്തുവായിരുന്നു ഇവിടുത്തെ പെർഫോമൻസ് ഇന്ന്? ഓ, ഒരു കസ്റ്റമറെ കിട്ടിയപ്പോ ദൈവം വേണ്ട, പ്രാർത്ഥനയും വേണ്ട. അത് പിന്നെ നിനക്കൊക്കെ വേണ്ടിയാ എന്റെ ഈ പരക്കമ്പായാലും എന്റെ ദൈവത്തിന് നന്നായി അറിയാം. അവന്റെ പ്രകൃതി അറിയുന്ന ദൈവമാ. ഇതൊരു വല്ലാത്ത പ്രകൃതിയാ. അവന്റെ അപ്പനായി എനിക്കും അറിയത്തില്ല, സഭയിലെ പാസ്റ്റർക്കും അറിയത്തില്ല, പിന്നെ ദൈവം തമ്പുരാൻ അറിയാവോന്ന ഇപ്പൊ എന്റെ സംശയം. അയ്യോ, ഇതാ ഒരു വഴി ശരിയാകാത്തത്. എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി ഒരു 10 പൈസയുടെ വകുപ്പിക്കാൻ നോക്കുമ്പോൾ ഇമാതിരി ഒരു ലക്ഷണം കെട്ട ഡയലോഗ് അപ്പന്റെ സ്ഥിരം പതിവാ. അയ്യോ, സുവിശേഷ വേലയ്ക്ക് പോലെ അവന് ഒരു സുവിശേഷതാകം ആത്മാക്കളെ കുറിച്ചുള്ള. കറക്റ്റ് അപ്പച്ച. അപ്പയുടെ വർത്തമാനം കേട്ട ഏതോ ഇരുണ്ട ഭൂഖണ്ഡത്തിൽ സുവിശേഷ വേലയ്ക്ക് പോവാന്ന്. സംഭവം റിയൽ എസ്റ്റേറ്റ് ആണ് നടക്കുമ്പോൾ. അപ്പരെ വിൽക്കാൻ നടക്കുന്ന മോനടാ നീ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ബൈബിൾ എന്തേ? എടാ മോനെ, നീ വേദപുസ്തകം എടുത്തോണ്ട് വസ്തു കച്ചവടത്തിന് എവിടെ പോവാടാ നീ? എന്റെ അപ്പനിത് എന്തറിഞ്ഞിട്ടാ സംസാരിക്കുന്ന? വരുന്ന പാർട്ടികൾ മുഴുത്ത ബന്ധക്കോസുകാരാ. ഇത് കൈ ഇരുന്ന അധികം ബലബലശില്ലാതെ കാര്യം ഉറപ്പിക്കും. ഇവിടുത്തെ പാസ്റ്റർമാരുടെ എല്ലാം പരിപാടി ഇതാ. കയ്യിൽ ബൈബിൾ ഉണ്ട്, നീയും കൊണ്ടു നടക്ക്. അപ്പച്ച, കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാണ് അപ്പയ്ക്ക് ബൈബിൾ. കൊരങ്ങ് വരച്ചിട്ടുണ്ട് എനിക്ക്. നമുക്ക് വിശക്കുന്നു. മക്കളെ, നമുക്ക് ഇന്നത്തെ വഴിയെല്ലാം ശരിയായി. ലക്ഷണക്കേട് തന്നെ ആദ്യം കൺമുമ്പിൽ വന്ന് പെട്ടല് ദൈവമേ. ഓ, എങ്ങോട്ടാണോ ഈ പോക്ക്? ആരെ വിഴുങ്ങാനാണോ? എന്റെ ദൈവമേ, എന്താണോ ഭാവം ആർക്കറിയാം? ഈശോ മശിഹായേ, രാവിലെ ഇറക്കുക. രാവിലെ നാട്ടുകാരനെ അയൽക്കാരനെ ദ്രോഹിക്കാനുള്ള വ്യായാമം. ഇത് കൊള്ളാമല്ലോ. ഈ സർവ്വക്കല്ലൊക്കെ ജീവൻ തുടങ്ങിയോ? ആഹാ, നല്ല പൂരായി പോയല്ലോ. ഇന്നലെ രാത്രിയിൽ കിടന്ന സ്ഥാനത്തല്ല ഈ കല്ലിപ്പോൾ കിടക്കുന്നത്. ഇതെങ്ങനെ ഇവിടെ വന്നു? ആഹാ, കൊള്ളാമല്ലോ. ലീലാമോ, ഇങ്ങോട്ട് വന്നേ. വന്നു. എന്താ അച്ചായ? നീ ഇത് കണ്ടോ? ഈ കല്ലിന് ജീവൻ വെച്ചിരിക്കുന്നത് കണ്ടോ? ഇന്നലെ ഈ കല്ല് കിടന്നത് ഇവിടെ, ഇപ്പോൾ അവിടെ കണ്ടോ? എന്റെ അച്ചായ, ഇതെന്താ അതിക്രമമായി ഇയാള് കാണിക്കുന്നത്? ഇയാൾക്ക് രാത്രിയിൽ ഉറക്കമൊന്നുമില്ലോ? രാത്രി മുഴുവനും കുത്തിയിരുന്ന് അതിരുമാന്തുന്നത് അയാളുടെ തൊഴില്. അതെ അതെ അതെ, ആളും തരവും കണ്ടുവേണം സംസാരിക്കാൻ. ഞങ്ങൾക്ക് ആരുടെ അതിരുമാന്ത? ഞങ്ങൾ കുടുംബത്തിൽ പറഞ്ഞവരാ. പിന്നെ ഒരു മര്യാദയില്ലാത്ത സംസാരം മാപ്പിളെ നമ്മളെ കൂടെ രാവിലെ വന്ന് വിളമ്പരുത്. ഇവിടെ ഒന്നും അല്ലെങ്കിൽ ഞാൻ പ്രമാണപ്രകാരം ജീവിക്കുന്നവനാടോ. തന്റെ ഒരു പ്രമാണം. ഈ നാട്ടിൽ എത്രയോ ജീവിതങ്ങളെയാടോ വസ്തു കച്ചവടം കളിപ്പിച്ചിരിക്കുന്നത്. ഈ സത്യവ്യവസ്ഥ എടുത്ത് നടക്കാൻ തനിക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ? ഈ ദേശത്ത് എല്ലാവർക്കും അറിയാമോ? താന് കൊള്ള പലിശ വാങ്ങിച്ച് സമ്പാദിക്കുന്ന എല്ലാവർക്കും അറിയാമോ? ആഹാ, എന്നിട്ടാ കണ്ടില്ലേ? എന്നിട്ടാണ് ഈ വ്യവസ്ഥ സത്യവ്യവസ്ഥ കഷ്ടം നടക്കുക. പ്രമാണം എന്താ പറയുന്നത്?
സത്യവേദ പുസ്തകത്തിൽ ശലോമോൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിച്ചിട്ടില്ലയോ? നിന്റെ പിതാക്കന്മാർ ഇട്ടിരിക്കുന്ന അതിർ നീ മാറ്റരുത്. കാലത്തെ ഇങ്ങോട്ട് മാറ്റും, ഉച്ചയ്ക്ക് അങ്ങോട്ട് മാറ്റും. നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. എന്റെ വ്യക്തിത്വത്തോടെ കളിച്ചാലുണ്ടല്ലോ പ്രമാണം ഞാൻ അങ്ങ് മാറ്റി വെക്കും. എന്തുവാണോ തന്റെ വ്യക്തിത്വം? പറയണോ? തനിക്ക് വ്യക്തിത്വം ഉണ്ടോ? എടോ ഞാൻ ആരെയാ പറ്റിച്ചത്? എത്ര പേരെ കളിപ്പിച്ചിരിക്കുന്നത്? ആരെയാ പറ്റിച്ചോ? ഇതോടെ ശബ്ദം. പറയണോ? ആരെ പറ്റിച്ചോ? അപ്പാ. വിളിച്ചോളൂ. എടാ ആരെ പറ്റിച്ചോ? വേണ്ടപ്പാ. ഏയ് ആ കൊച്ചാ. അപ്പാ വിടപ്പാ, വേണ്ടപ്പാ. അപ്പാ തന്റെ വേണ്ടപ്പാ. കൊടുത്തത്. ആരെ? ഞാൻ ചോദിക്കാം. ഇതൊക്കെ വലിയ അസുഖമാണ് ദിവസമായിട്ട്. അപ്പാ വേണ്ടപ്പാ, അപ്പാ വേണ്ട. മാറുള്ള. ആഹാ. അയാള് രാവിലെ കുറച്ച് ദിവസമായി കല്ലുമ്മേക്കളി. ആഹാ. കൊള്ളാമല്ലോ. തന്നെ വിളിച്ചാണ് ആരെയാണോ പറ്റിച്ചത്? ദിവസങ്ങളായി. ആരെയാ പറ്റിച്ചത്? ഇയാള് പറഞ്ഞാൽ ആരെയാ പറ്റിച്ചത്? ആരുടെ പേര് പറയാണോ? കാണിക്കുന്നുണ്ട് അപ്പനാണോ നീ തള്ളിയിട്ട്? ഒരുമിച്ച് കളിച്ചു വളർന്ന് ഒരു ബോധമല്ലോ രണ്ടിനും. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇറങ്ങിയേക്കുവാ ഒരു കേട്ടവൻ. അയ്യോ കണ്ട അതിരാവിലെ തുടങ്ങിയ അതിർക്കം. ഇതുപോലെ രണ്ട് അയൽവാസികൾ. അയ്യോ എൻ്റെ കടവുളേ കാപ്പാത്തുങ്കോ. അയ്യോ ഇങ്ങനെയും ഉണ്ടോ രണ്ട് അയൽവാസികള്. ഇവർക്കൊന്നും ദൈവവും ദേവനൊന്നും ഇല്ലയോ? ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് പൂജ ചെയ്യുമാർ സമ്മതിക്കില്ലല്ലോ എൻ്റെ കടവുളേ. 33 ദൈവന്മാർ ഇരിക്കാൻ എനിക്ക് ഒരു ദൈവത്തെ വിളിക്കാൻ പോലും ഇമാർ സമ്മതിക്കില്ലല്ലോ എൻ്റെ കടവുളേ. അയ്യോ എൻ്റെ അപ്പനപ്പൂമാരുടെ ഒരു 3 സെന്റ് സ്ഥലവും വീടും എനിക്ക് തരണേ എൻ്റെ കടവുളേ. അയ്യോ അയ്യോ ഈ പോക്കുവേ ശരിയാവില്ല. ഞാൻ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ചെയ്യും. അതെ സോമ ഒന്ന് വെയിറ്റ് ചെയ്യും. സോമ എടുത്ത് സോമേ ക്ഷമിക്കുന്ന സാഹിത്യത്തിനൊക്കെ ഒരു പരിധി ഇല്ലയോ? ഇങ്ങനെയാണോ നിങ്ങൾ അയൽവാസിയായിട്ട് ജീവിക്കുന്നത്? ബാക്കിയുള്ളവർ കൂടെ കളവ് കൊടുക്കണ്ടായോ? ഇതൊന്നും ശരിയാവില്ല. ഒന്നും നിങ്ങൾ മധ്യസ്ഥന്മാരെ വെച്ച് പഠിക്കണം, അല്ലെങ്കിൽ കോടതി പോകണം. എന്റെ സോമൻ ചേട്ടാ, അങ്ങനെ അങ്ങ് തീർക്കുമോ? ഇത് പെട്ടെന്ന് അങ്ങ് തീർത്തില്ലേ അതിന്റെ ഒരു ത്രില്ല് പോകത്തില്ല. ആഹാ, അപ്പന്റെ ഒരു മോനെ കണ്ടില്ലേ? അപ്പന്റെ ത്രില്ല് കൂടെ നിൽക്കുന്ന മോനെ കണ്ടില്ലേ? കൊള്ളാം. അവൻ പറഞ്ഞതാ ജോച്ച കൊള്ളും പറയണ്ട. അവൻ പറഞ്ഞതാണ് ശരി. ഈ വഴക്ക് പെട്ടെന്ന് തീർത്താൽ പിന്നെ അയൽവാസികൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങളുടെ പ്രധാന ഉദ്ദേശം അയൽവാസികളുടെ സ്വസ്ഥ കളയുക എന്നുള്ളതാണ്. ഇത് ശരിയാകൂല. പിന്നെ അച്ഛന് പോകുന്ന ആളത്ര ഇടയില്ല. അവൻ അതിരാവിലെ എഴുന്നേറ്റ് അവിടുന്ന് ഇങ്ങോട്ട് ജലസേചന പരിപാടി ഉണ്ട്. നമ്മൾ കാണുന്നതാ. നമ്മുടെ ഭയങ്കര കോടതിമാരെ വരട്ടെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്ന് അവന്റെ ജലസേചന പരിപാടി രാവിലെ. എന്നെ പറ്റി പറഞ്ഞാൽ ഞാൻ സഹിക്കും, ക്ഷമിക്കും. പിന്നെ ഒന്നും അറിയാത്ത കുഞ്ഞിനെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ. ഒന്നും അറിയാത്ത ഒരു കുഞ്ഞ്. അറിയാത്തൊരു കുഞ്ഞ്. അതെ, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യം ഒന്ന് നോക്കി വെച്ചാൽ മതി. ഞങ്ങളുടെ പിള്ളേരായാലും ഞങ്ങൾ നോക്കിക്കോളാം. അല്ലേലും കണ്ടില്ലയോ അതുകൊണ്ടൊന്ന് നിൽക്കുന്നു. ഈ നാട്ടിലെങ്ങും ഇത്രയും നാക്കുള്ളവരെണ്ണമില്ല. 10ാം ക്ലാസ് വരെ പഠിച്ചതേ ഉള്ളേലും നാക്കെന്നെ മലയാളമാണ്. അതോട് ചെയ്യുമ്പോൾ വലിയ തീരുമാനമൊന്നും ഞാൻ വേണ്ട. നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് ഈ അതിരും മാന്തത് ഞാൻ ഈ 2 കണ്ടും കൊണ്ടും കണ്ടതാ. എന്റെ മാത്തോട് ചേട്ടാ, നിങ്ങളെ മോന് ഇത് എന്താ പറ്റിയത്? ഒന്നും മനസ്സിലാകുന്നില്ല മോനെ. എന്റെ വർക്കിച്ചായ പണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ താമസിച്ചത്. എന്റെ സുബ്ബച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയൽവാസികളായി ജീവിക്കണമെങ്കിൽ നിങ്ങളെപ്പോലെ ജീവിക്കണമെന്ന്. തർക്കമില്ലാതെ, വഴക്കില്ലാതെ, അതിരുകളില്ലാതെ സ്നേഹിച്ച നിങ്ങളുടെ മക്കൾക്ക് ഇത് എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? കുഞ്ഞേ, നീ പറഞ്ഞത് നേരാ. അതെല്ലാം ഇന്നലത്തെ പോലെ ഞങ്ങളുടെ ഓർമ്മകളിലുണ്ട്. ആ ഓർമ്മകൾ അയറൊക്കെയാണ് മോനെ ഞങ്ങൾ ജീവിക്കുന്നത്. നിന്റേതെന്നോ എൻ്റെതെന്നോ ഒരു ഭാവം ഞങ്ങളുടെ ഹൃദയത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അറിയുമോ? നാട്ടുകാരിപ്പോഴും പറയുന്നത് ഞങ്ങൾ ഒരമ്മ പെറ്റ മക്കളാണെന്ന്, സഹോദരങ്ങളാണെന്ന്. ഒന്നിനും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇതുവരെ ഭേദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അറിയുമോ? നിനക്കറിയാമോ, ഈ കാണുന്നതെല്ലാം പട്ടിണി കിടന്ന് എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചാണെന്ന് അറിയാമോ? ഇതുവരെ ഈ പടുത്ത് അറിയാമോ? ഓ എന്തെല്ലാം സ്വപ്നങ്ങൾ എല്ലോടും മാത്തുക്കുട്ടി. അതായിരുന്നോ നമ്മുടെ നല്ല കാലം. ആ സ്നേഹത്തിന്റെ ദൃഢത ഒന്ന് മാത്രമാണ് ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. പട്ടിണിയുടെയും ദാരിദ്ര്യം കൊടും ചൂടിലും ആ സ്നേഹം ഞങ്ങൾക്ക് മധുരമായി തീർന്നത് ആ സ്നേഹത്തിന്റെ വീര്യം കൊണ്ടാണ്. സോമ, നിനക്കറിയാമോ, നിന്റെ അച്ഛൻ്റെ അച്ഛൻ സുബ്രഹ്മണ്യത്തോട് നീ ചോദിച്ചു നോക്കണം. ഞങ്ങൾ കുടിയേറ്റക്കാരായി ഈ ദേശത്തേക്ക് വന്നു. ദൈവം തമ്പുരാൻ ഞങ്ങൾക്ക് ധാരാളം വസ്തുവകളും സമ്പത്തുകളും തന്നു, തലമുറകളെയും തന്നു. ഞങ്ങളുടെ അതിരുവകളിൽ, ഞങ്ങളുടെ വസ്തുവകളിൽ സർവ്വകല്ലുകളോ അതിരുകളോ ഒന്നും ഇല്ലായിരുന്നു. എല്ലാം സ്നേഹത്തിലായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യരുടെയിൽ സ്നേഹത്തിന് പകരം ദ്രവ്യം കടന്നു പിടിച്ചപ്പോൾ മനുഷ്യൻ സ്നേഹം നഷ്ടപ്പെട്ടു. ഇന്ന് രക്തബന്ധങ്ങളെ തിരിച്ചറിയാത്ത ഇടർച്ചക്കല്ലുകളായി പോയി ഇന്ന് മനുഷ്യൻ. എന്ത് ചെയ്യാനാ മോനെ? എന്താ അച്ചായമാര് രണ്ടുപേരും കൂടെ ഒരു രാവിലെ വിശേഷം പറഞ്ഞില്ല? എന്ത് പറയാനാ പാസ്റ്ററെ, ഞങ്ങളുടെ വിശേഷങ്ങളെല്ലാം പഴങ്കഥകളല്ലേ.
ഇപ്പോഴത്തെ പുതുതലമുറയുടെ ശാപവും അതാ കുഞ്ഞെ. പഴയ കാലത്തെ കുറിച്ച് ഒരു ഓർമ്മയില്ല. പാസ്റ്റർ പറഞ്ഞ എന്റെ സത്യം, ഈ ഭക്ഷണത്തിന്റെ എല്ലാം കാരണം അതാ എന്റെ പാസ്റ്റർ. എൻ്റെ പാസ്റ്റർ വന്ന സമയം വളരെ നന്നായി. ഇതുപോലെ രണ്ട് അയൽവാസികൾ ഈ ലോകത്തെങ്ങും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിരാവിലെ തുടങ്ങും, അതിര് തർക്കവും ബഹളവും. എന്ത് ഇങ്ങനെയാണോ ഇവർ അയൽവാസികൾ ജീവിക്കുന്നത്? ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു നിൽക്കുക ഞാനിവിടെ. എന്ത് പറയാനാ, നോക്കട്ടെ. ആ അന്തോണി സഹോദരോ, ശരിക്കും ഒന്ന് വചനം ഒന്ന് പറയണം. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ദൈവം നാം അപമാനിക്കപ്പെടുന്നു. ഞാനിവിടെ പറഞ്ഞ് ഞാനൊന്ന് നോക്കട്ടെ സഹോദരൻ. ഷീന മോളെ, എന്താ അപ്പച്ചനെ ചായ കുടിക്കാൻ വിളിച്ചോണ്ട് വാ മോളെ. ഞാൻ ഇന്നാളെ പറഞ്ഞ ഈ അതിർവഴക്കിനൊന്നും പോകല്ലെന്ന്. നമ്മൾ ക്രിസ്തുവിന്റെ പാപമുള്ള നമ്മളാണോ സഹോദര ഇത് കാണിക്കേണ്ടത്? മറ്റുള്ളവർ കാണിച്ചാൽ നമുക്ക് ക്ഷമിക്കാം. പക്ഷേ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് വേദപുസ്തകം എടുത്തോണ്ട് നടന്നിട്ട് ഇതാണോ കാണിക്കുന്നത്? എന്താ സഹോദര ഇത്? വർത്താനം പറയല്ലോ, ഞാനങ്ങനെ വഴക്കിന് പോവോ? പിന്നെ ആൾക്കാർ വെറുതെ പറയുമോ? നുണയുടെ ഒപ്പന രണ്ടെണ്ണം. ഞാന് അങ്ങനെ വഴക്കിന് പോകത്തില്ല പാസ്റ്ററെ. നമ്മളൊക്കെ വേർപെട്ട വിശുദ്ധന്മാരല്ലയോ? അതായിരിക്കണം എപ്പോഴും. ഞാൻ വേണമെങ്കിൽ എന്റെ അതിന് കൂടെ അങ്ങോട്ട് വിട്ടുകൊടുത്തേക്കാം. അതാ നല്ല സ്വഭാവം. അതാ പാസ്റ്ററെ എന്റെ ഒരു രീതി. പിന്നൊരു കാര്യമുണ്ട്, വിശുദ്ധന്മാർക്കും വിശ്വസ്തന്മാർക്കും ആണല്ലോ ഈ ഭൂമിയിൽ സ്ഥാനമില്ലാത്തത്. ഹലോ അത് വിശ്വസ്തന്മാർക്കല്ലേ അല്ലേ പാസ്റ്ററെ? ഇതാ കുഴപ്പം. ഇളയ പുത്രനാ, പ്രത്യേകം പ്രാർത്ഥിക്കണം. നാക്ക് ഇത്തിരി കൂടുതലാ. പാസ്റ്ററിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ചില സമയത്ത് കഴുത ശബ്ദിച്ചാലേ ചില ബലയന്മാര് നേരെയാകത്തുള്ളൂ. എന്തായാലും പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വാ. എന്റെ കർത്താവേ, അപ്പയുടെ ഒരു കാര്യം എന്നെ കൊണ്ട് പോത്തേ ഉള്ളൂ. മാത്തുക്കുട്ടി സഹോദരോ, എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ജോർജ് ബ്രദറെ, എന്തുകൊണ്ട് പിന്നെ വിശേഷങ്ങൾ? ലീലാമ്മ സഹോദരി കാണാൻ. ലീലാമ്മ സഹോദരി, എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? വിശേഷം ചോദിച്ചാൽ ഒരു സ്വസ്ഥതയുമില്ല പാസ്റ്ററെ. പാസ്റ്ററെ, ഞങ്ങൾക്കൊരു അയലത്തുകാരുണ്ട്. അവരെയും കൊണ്ട് ഞങ്ങൾക്ക് ഒരു സമാധാനവും ഇല്ല. ഇതാ വിഷയം. ഞങ്ങളുടെ അതിരിവിടെയാ. രാവിലെ ഞങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ അതെടുത്ത് ഇവിടെ കൊണ്ടിടും. ഉച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങളെടുത്ത് നേരെ വെക്കും. നമ്മുടെ ഇടയ്ക്കുള്ള സഹോദരൻ എന്നോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെന്ന്. യഥാർത്ഥത്തിൽ എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു വസിക്കുന്ന ഒരു ഭവനമാണെങ്കിൽ ആ ഭവനത്തിൽ സമാധാനം ഉണ്ടാവും. വാ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വാ. അന്ന് ജോർജ് ബ്രദറെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. ഒന്നൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്ന കാര്യം മറക്കരുത് കേട്ടോ. അച്ഛാ, ഇത് കണ്ടോ അച്ഛാ? പിന്നെ ആ കല്ല് മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടോ അച്ഛാ? പോയോ? പോയോ? പോയല്ലോ. എന്നാൽ കൊള്ളാമല്ലോ ഇത്. ഇവന് പിന്നെ അസുഖം തുടങ്ങിയല്ലോ. ഞാൻ നോക്കട്ടെ, ഈ ദേശത്തെ മധ്യസ്ഥന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കട്ടെ. പെട്ടെന്ന് വരണേ. ഇതാ വരുന്നേ. പ്രശ്നം ഇതാണ് ഞങ്ങളുടെ കല്ല്. ഇതാണ് പ്രശ്നം. ഇത് അടുത്തൊരു ആന്തോണി ഉണ്ട്. അവൻ അങ്ങോട്ട് മാറ്റുന്നു, ഇങ്ങോട്ട് മാറ്റുന്നു. അച്ഛാ, എന്റെ ജന്മം തന്നെ ജനസേവനത്തിന് വേണ്ടിയുള്ളതാ. ഈ നാടും നാട്ടുകാരും അതാണ് എന്റെ സിരകളിൽ ഓടുന്നത്. ജോർജ് അച്ഛൻ എന്നെ കുറിച്ച് എന്തറിയാം? ഇവിടുന്ന് ഹൈക്കോടതിയിൽ പോയിട്ട് ശരിയാകാത്ത പല കേസുകളും ഈ മെമ്പർ കുഞ്ഞുമോൻ ശരിയാക്കിയിട്ടുണ്ട്. ഇത് മെമ്പർ കുഞ്ഞുമോൻ ഒരു വിഷയമല്ല. ഈ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ വിഷയം എന്താണ്? സത്യത്തിൽ അതും ഒരു അതിർതർക്കം തന്നെയാണ്.
അത് ഈ മെമ്പർ കുഞ്ഞുവാൻ പലവട്ടം പറഞ്ഞു നോക്കി, അതും പരിഹരിച്ചു കൊടുക്കാമെന്ന്. പക്ഷെ അങ്ങ് തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ സമ്മതിക്കണ്ടേ? ആഹാ, ഇതൊരു വിഷയമല്ല. ഈ ജനസേവനം അതെന്റെ സിരകളിൽ ഓടുന്ന എന്റെ രക്തമാണ്. പാർട്ടിക്കും നാട്ടുകാർക്കും വേണ്ടിയാണ് ഈ നാളുകൾ അത്രയും ഞാൻ വിവാഹിതനാകാതെ നിന്നത്. അത് തന്നെയാണ് അതായാലും പെണ്ണു കൊടുക്കണ്ടേ? സ്വഭാവമോശം കൊണ്ടാ. ഞാനൊന്നും പറഞ്ഞില്ലേ അന്തോണിയച്ചയ? ഇവിടുത്തെ വിഷയം ഈ സർവേക്കല്ലല്ലോ. ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. ഇത് ഞാൻ അങ്ങ് ഒതുക്കാൻ പോകുക. ഇനി അതെന്തുവാ? ഇവിടെ തന്നെ പാർട്ടിയുടെ ഒരു സ്മാരക മണ്ഡപം ഞാൻ പണിയും. പിന്നെ സർവേ കമ്മിറ്റിയും ഇല്ല, സർവേ കുറ്റിയും ഇല്ല, സർവേ കല്ലുമില്ല. അതുകൊണ്ട് ഈ ഇവിടെ തന്നെ മണ്ഡപം പണിയും. ഇതിന്റെ അങ്ങേപ്പുറം അന്തോണിയച്ചാന്റെ, ഇങ്ങേപ്പുറം ജോർജ് അച്ചാന്റെ. അതോടെ പ്രശ്നം ഇവിടെ തീരുവല്ലോ. കലക്കവെള്ളത്തിൽ തന്നെ മീൻ പിടിക്കണോ? അതാ ശരി. കലക്കവെള്ളത്തിൽ തന്നെ മീൻ പിടിച്ചു നോക്കില്ലേ? ഞങ്ങൾ നോക്കിക്കോളാം. അല്ല ചേട്ടത്തി, ഈ നാക്ക് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയായേന്. സത്യത്തിൽ ഞാനൊന്ന് പറഞ്ഞു നോക്കൂ, ഒന്ന് രാഷ്ട്രീയത്തിൽ ഒന്ന് പറ്റിക്കൂടെ? ഒരു ഭാവിയുണ്ട് നല്ല ഉള്ള ചേട്ടത്തി. മെമ്പർ ആദ്യം പോവും. മെമ്പറിന്റെ വീട് നന്നാക്കുക, എന്നിട്ട് ഞങ്ങളുടെ നാട് നന്നാക്കുക. മെമ്പർ പോവും. ഞാനിപ്പം പോകുന്ന തൊള്ള പിന്നെ ഞാൻ എടുത്തോളാം. ലീലാമേ, ലീലാമേ, ലീലാമേ. എന്തുവാ ചേട്ടത്തി? ഞാൻ വിചാരിച്ചു ഈ വഴിയൊക്കെ അങ്ങ് മറന്നുപോയെന്ന്. അങ്ങനെ മറക്കുവോ എന്റെ ലീല? അയ്യോ എന്റെ ചേട്ടത്തി, എന്തു പറ്റി? അങ്ങ് മെലിഞ്ഞു പോയല്ലോ ഇന്നാളത്തെ. ലീലാമേ, തല തൊട്ട് അടി വരെ പഞ്ചസാരയുടെ അസുഖ. എന്തോ ചെയ്യാനാ? പഞ്ചസാരയുടെ പൊടിയാണോ ഈ തല? നരയാ. അത് ശരി. പിന്നെ എന്തോ ലീലാമ ഇവിടെ ഭയങ്കര പ്രശ്നമൊക്കെ. മെമ്പർ ഇവിടെ പറഞ്ഞു പോണേ കണ്ടായിരുന്നല്ലോ. എന്റെ ചേട്ടത്തി, ഈ സർവേക്കല്ല ഇവിടുത്തെ പ്രശ്നം. സ്വസ്ഥമായി ജീവിക്കാൻ അവർ സമ്മതിക്കത്തില്ല. അയൽക്കാർ നല്ലതല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ചേട്ടത്തി? അല്ലെങ്കിൽ ഇവര് നല്ല കുടുംബക്കാരൊന്നല്ല. ഇവരെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. എനിക്ക് ചായ എടുത്തോണ്ടേ മോളെ. പഞ്ചസാര കുറച്ചിട്ടിടണേ. അവരുടെ അപ്പന്റെ ഔതക്കുട്ടിയില്ലേ, അറിയാമോ? അങ്ങേര് മെഡിക്കൽ കോളേജിന്റെ അതിന് മാന്തിയവനാ. എന്നിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു, ജയിലിലായിരുന്നു, എന്തൊക്കെയായിരുന്നു അറിയാമോ? ഞാനൊന്ന് ചോദിക്കട്ടെ, അപ്പൊ ഇപ്പൊ വരുന്ന രോഗികളല്ല എവിടെ അയ്യത്താന്നോ കിടക്കുന്നത്? പിന്നെ അല്ലാതെ എല്ലാം അത് തന്നെയാ പരിപാടി ഇപ്പം. പിന്നെ അതുപോലെ തന്നെ അന്തോണിച്ചനെ കുറിച്ച് ഇപ്പൊ എന്നതൊക്കെ കേൾക്കണേന്ന് അറിയാമോ? അതെന്തുവാ ചേട്ടത്തി? ഷീനാമോളെ, അടുപ്പത്തിനൊരു ചായ വെട്ടെന്ന് കൊണ്ടുപോവാ. ഓ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവും എന്റെ ലീല. നീ നാട്ടുകാരായി വീട്ടുകാരായി ഞാൻ പറഞ്ഞത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ചൂടുണ്ട്. മതി. മോള് പൊക്കോ, ഞങ്ങൾ കുറച്ച് കാര്യം പറയട്ടെ. എന്നിട്ട് ഇപ്പൊ എന്തോ പുതിയ സംസാരം? ഞാൻ പറഞ്ഞ അത് കൂടി പോകും. നിനക്ക് എള്ളുവിളിയിലെ എലിക്കുട്ടീനെ അറിയാമോ? ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. പുള്ളിക്കാരത്തി എന്നോട് ഇത് പറഞ്ഞത്. അത് എന്തുവാ പുതിയത്? നമ്മുടെ അന്തോണിച്ചനെ ഇപ്പൊ കൂടെ കോട്ടയത്തേക്ക് ഒരു പോക്കുണ്ടെന്ന്. അതെന്താ കോട്ടയത്തിന് പോകുന്നത്? ഇവിടെ ഒന്നും സ്ഥലമില്ലയോ? ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്താ ഇതിന്റെ പേര്? എന്റെ പേരോ? ലീലാമേ. എല്ലാം മറന്നുപോയോ? എല്ലാം മറന്നുപോയി. അവനെ പുതിയൊരു സംബന്ധം കൂടിയെന്ന് അവിടെ. അയ്യോ എന്റെ ദൈവമേ, 3 പിള്ളേരുള്ള മനുഷ്യൻ. അവന്റെ മൂത്തമ്മ പാസ്റ്റർ. നിനക്ക് എന്തോ ചെയ്യണം ഇത് കേട്ടിട്ട്? എന്റെ ദൈവമേ എന്ന് പറയണ്ട എന്റെ ലീലാമേ. മതി ലീലാമ, ഇത്ര മതി. ഞാനൊന്ന് അപ്പുറത്ത് എനിക്ക് കടയിൽ പോയിട്ട് കുറച്ച് പരിപാടിയുണ്ട്, ഞാൻ പോയിട്ട് വരാം കേട്ടോ ലീലാമ. ഓക്കെ. നല്ലതായിരുന്നു. അല്ല ചായ, എനിക്ക് കുറച്ച് കാപ്പിപ്പൊടി തന്ന വളരെ ഉപകാരമായിരുന്നു. കാപ്പിപ്പൊടി ചേട്ടത്തിക്ക് എളുപ്പം എടുത്തോണ്ട് കൊടുക്ക. ശരി മോളെ, ഞാൻ അങ്ങ് നടക്കട്ടെ. എന്നാ ശരിയാട്ടോ. ഓക്കെ ലീലാമ. ഒരു പണിക്കുള്ള വക കിട്ടിയിട്ടുണ്ട് അച്ചായ. നമുക്കൊരു പണിക്കുള്ള വക കിട്ടിയിട്ടുണ്ട്. അത് ശരി, നമുക്ക് പണിയാം. പിള്ളാരെ, ആഹാ, ഇതാരും ത്രേസ്യാന്റിയോ? അപ്പ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്തോ പത്രം വന്നില്ലല്ലോ. ഇനിയിപ്പൊ പത്രം കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നീ അത് എനിക്കിട്ട് വെച്ചതാണല്ലോടാ. അന്തോണിച്ച, ഞാൻ അങ്ങനെ മറക്കും എന്റെ അന്തോണിച്ച? ഈ ത്രേസ്യ ചേട്ടത്തിക്ക് അന്തോണിച്ചിന്റെ വീടല്ലാതെ വേറെ വീടുണ്ടോ? ഞാൻ ഇവിടെ കേറണേനെ പേടിച്ച എന്റെ അന്തോണിച്ച. പേടിക്കേണ്ട ഒരു കാര്യം. അപ്പുറത്തെ വീട്ടിലെ ലീലാമില്ലേ,
പുള്ളിക്കാരത്തി എന്നെ കാണുമ്പോൾ അന്തോണിച്ചന്റെ വീട്ടിൽ തന്നെ ഉണ്ട് വിശേഷം, അന്തോണിച്ചന്റെ വീട്ടിൽ തന്നെ ഉണ്ട് വിശേഷം. ഇതെന്നെ കൂടെ കൂടെ പുള്ളിക്കാരത്തിക്ക് ഒരു ചോദിച്ചു. അത് കേൾക്കുമ്പോ എന്റെ തല തൊട്ട് അടിവരെ തരിച്ചു കയറും, അറിയോ? ലീലാമ്മയ്ക്ക് അവർക്ക് അല്ലേലും ഇച്ചിരി വിശേഷത്തിലൊക്കെ കൂടുതലാ. ആ വിശേഷം പറയുന്ന ഒരു കാര്യം ഒന്നും പറയാതിരിക്കാൻ. നിന്റെ പേരെന്നാ? അന്തോണി. എന്റെ പേര് അന്തോണി. അന്തോണി. അവരുടെ എന്തോ പുതിയ വിശേഷം? നീ എനിക്ക് പഴം തന്നാ ഞാൻ പറയാം. ഇവിടെ പഴമുണ്ടെന്ന് അറിഞ്ഞ് ഒരു കാര്യം. എടിയേ സുബിമോളെ, എന്തോപ്പാ? അടിപ്പട നോക്കി നല്ല കുറച്ച് പഴം എടുത്തോണ്ട് വന്നേ. വരുന്നേ. വരുന്നുണ്ട്, പഴം വരുന്നുണ്ട്. അല്ല, ഇതാണ് ത്രേസ്യാന്റെ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്നെ ഇരിക്കുന്ന പോലെ നല്ല പഴം. അല്ല, ഇത് എന്ത് പുതിയ ചട്ടൊക്കെയാന്ന് തോന്നുന്നില്ല. നാട്ടിൽ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാ. അമേരിക്കയിലൊക്കെ ഇപ്പൊ ചട്ട കിട്ടുവോ? ആണോ? ആ ശരി. കുറച്ചും കൂടെ അതിനകത്ത് സഞ്ചിക്കകത്ത് എടുത്തിട്ടോ. നീ അങ്ങോട്ട് കേറി പോടാ. കാര്യം പറയും. ഇവന്മാർക്ക് എന്താ സൂക്കേടെന്ന് അറിയാമോ? കാര്യം കേൾക്കാൻ നിൽക്കുക. പറ, എന്തോ വിശേഷം? കഴിച്ചോണ്ട് പറ. അടുത്ത കൂടെ ഒരു കടി കൂടെ കടി എന്നിട്ട് പറ. വിശേഷം പറഞ്ഞവരെ കാര്യം ഒന്നും പറയാതിരിക്കുക. നിന്റെ പേരെന്നാ? അന്തോണി. വിശേഷം എന്റെ ചേച്ചി ഒന്ന് പറ, വിശേഷം എന്തുവാ? ഞാൻ പറഞ്ഞു, നീ നാൽക്കവല ചെന്നിട്ട് തരോട് മൊത്തം പറയാനല്ലേ? ഞാൻ നാൽക്കവലെ പോവും, അത് സത്യം. പക്ഷെ അവിടെ ഞാനൊന്നും പറയാറില്ല. പറയില്ലല്ലോ. എന്റെ ചേട്ടത്തി പറയത്തില്ല. പറ, ചേട്ടത്തി അങ്ങ് പറഞ്ഞു പോലേക്ക്. ആരും അതൊക്കെ തിന്നു തീർക്ക്. രണ്ടും കൂടെ അടക്കത്തില്ല ചേട്ടത്തി. പറയും. എള്ളുവിളയിലെ എലിക്കുട്ടി ഇതെന്നോട് പറഞ്ഞത്. നമ്മുടെ എള്ളുവിളല്ലേ? അവരാജന്റെ ഭാര്യ. എന്താ പറഞ്ഞേ? ഓ മൂക്കയിലൊക്കെ ഇരിക്കുന്ന ചേട്ടത്തി. ഇത് എന്താ പറ. നമ്മുടെ ജോർജിന് കൂടെ കൂടെ എറണാകുളത്തേക്ക് ഒരു പോക്കുണ്ടെന്ന്. ജോർജിന് എറണാകുളത്തോ? ഇന്നാൾക്കും അവൻ ബസ് സ്റ്റാൻഡിൽ ഞാൻ വെച്ച് കണ്ടപ്പോ എറണാകുളം ഫാസ്റ്റ് പാസഞ്ചർ കയറിയിരിക്കുന്ന ഞാൻ കണ്ടതാ. അവന് പുതിയൊരു സംബന്ധം കൂടിയെന്ന് ഇപ്പൊ എറണാകുളത്താ. ഈ തലനരച്ച കിളവന് വയസ്സാകാലത്ത് പുതിയ സംബന്ധം. ഇത് പിടിച്ച നീ. എനിക്കത് കേട്ടോ, എനിക്ക് മുളക് അരച്ച് അവനെ ആടിച്ച് തോട പൊട്ടിക്കാനാ എനിക്ക് തോന്നിയത്. എന്നാലും ഇതൊരു കടുങ്കൈയായി പോയി. ഒന്നും പറയണ. നീ എനിക്കൊരു കന്ന് ഇതിനെ കൊണ്ട് തരണം. പുട്ടിന്റെ കൂടെ കഴിക്കാൻ നല്ല. ഓക്കെ, ഞാൻ നടക്കട്ടെ മോനെ. ചേട്ടത്തി പോയി, പഴത്തൊരു കയ്യിലുമായി. എടാ, ഇവൻ കൊള്ളാമല്ലോ ഈ ജോർജ്. മോൻ പഠിക്കുന്ന പാസ്റ്ററായിട്ട് കൊള്ളാം. കൂടെ കൂടെ എറണാകുളം, കോട്ടയം. നീ വിചാരിച്ച അപ്പൊ അറിയത്തില്ലെന്നല്ലേ? എറണാകുളം, കോട്ടയം. തലയ്ക്ക് സുഖമൊന്നുമില്ലേ? പാസ്റ്ററുടെ അപ്പന. എറണാകുളം, കോട്ടയം. നമസ്കാരം. സെൻസസ് എടുക്കാൻ ഞാൻ സെൻസസ് ബോർഡിൽ നിന്ന് വരുവാണ്. എവിടെ നിന്ന് വരുവാ? സെൻസസ് ബോർഡിൽ. എടി സുബിമോളെ, എന്തോ ആ പോലീസ് സ്റ്റേഷനിലോട്ടൊന്ന് വിളിച്ചേ. അയ്യോ, എന്തോ മക്കളെ, പട്ടാപ്പകൽ ആൾമാറാട്ടം. എടാ, കഴിഞ്ഞ ആഴ്ച ഒരു കാക്കി യൂണിഫോം ഇട്ടുണ്ടെന്നപ്പോ നീ എന്തുവാ പറഞ്ഞേ? ഞാൻ വിദ്യുച്ഛക്തി ബോർഡിലെ ജീവനക്കാരനാണ്. അതേ ആള് ഈ ആഴ്ച സെൻസസ് ബോർഡ് ജീവനക്കാരൻ. നിന്നെ പിടിച്ച് ആൾമാറാട്ടം പരിപാടി അന്തോണിയോട് വേണ്ട. താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച വന്നത് ഞാനല്ല, അതെന്റെ സഹോദരനാ. അദ്ദേഹം വിദ്യുച്ഛക്തി ബോർഡിലാണ് വർക്ക് ചെയ്യുന്നത്. സംശയമുണ്ടെങ്കിൽ താങ്കൾക്ക് എന്റെ ഐഡന്റിറ്റി കാർഡ് പരിശോധിക്കാം. സാറ് അറിഞ്ഞില്ല കേട്ടോ, ഞാനേ ക്ഷമിക്കണം കേട്ടോ. കുഴപ്പമില്ല. ഇന്നത്തെ കാലം അബദ്ധം ആർക്കും പറ്റുന്നതാണല്ലോ. താങ്കളുടെ മൊത്തം അംഗസംഖ്യ? ഞങ്ങൾ ഇവിടെ 5 പേര് സാറേ. കുട്ടികൾ? കുട്ടികൾ 3. കോഴികൾ, പൂച്ചയൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, നമസ്കാരം. ഓക്കെ, താങ്ക് യു. കോഴിയുടെ സെൻസസ് എടുക്കാൻ വന്നോ അതോ നമ്മുടെ സെൻസസ് എടുക്കാൻ വന്നോ? ആർക്കറിയാം. എന്തുവാ ഇന്നല്ല അച്ചാച്ചൻ വരുന്നത്? എന്റെ പൊന്നുമോനെ, അത് അപ്പ അങ്ങ് മറന്നുപോയി. മക്കളെ, സാധാരണ 2:30 ബസ്സിനല്ലേ അവൻ വരുന്നേ? ബസ് പോയി കാണൂ. അത് അറിയത്തില്ല. പറഞ്ഞ അപ്പ നാക്കങ്ങോട്ട് വായിലോട്ട് ഇട്ടില്ല. എടി സുബിയോളെ വാടി. നല്ലായിട്ട് പോയി. നീ മക്കളെ, മറ്റേ എന്റെ പേരെന്തുവാ? നമ്മുടെ സർട്ടിഫിക്കറ്റ് തരുന്നേ. ഗ്രാജുവേഷൻ ഡേറ്റ് തീരുമാനിച്ചോ? രജിസ്ട്രാർ ഇന്ന് രാവിലെ ഡേറ്റ് അനൗൺസ് ചെയ്തേ ഉള്ളൂ. ചിലപ്പോ ഈ മാസം 17-ന് കാണും. എല്ലാത്തിനോടും കൂടെ പറയുക, ഉപവസിച്ച് പ്രാർത്ഥിച്ചോണം. ഇവനാ ഇനി എന്റെ ഏക പ്രതീക്ഷ. ഞങ്ങള് വളരുന്ന പണ്ടേ എഴുതി തള്ളിയതാ 2-ന്. അപ്പൊ ഒരു വാര വെക്കുന്ന സൈസുകളാ. മക്കളെ, ഒരു കാര്യം പറയാം. അപ്പ കേന്ദ്രത്തിൽ ഒരു പിടിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഒരു സെക്ഷൻ പാസ്റ്റർ, അല്ലെങ്കിൽ ഒരു ചെറിയ സെന്റർ. അതിൽ കുറഞ്ഞ ഒരു പരിപാടിയും എന്റെ മോന് വേണ്ട. എന്നാലും പപ്പ, ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ ഒരു സെക്ഷൻ പാസ്റ്റർ ആകാന്ന് വെച്ചാ
അതൊരു കുഞ്ഞുകളിയല്ല, ഇതൊരു സഭാ പരിപാലനമല്ലേ? എടാ മക്കളെ, സഭാപരിപാലനോ ആണ്, കുഞ്ഞുകളി അല്ല. അതുകൊണ്ടാ അപ്പ പറഞ്ഞത് സെക്ഷൻ പാസിൽ കുറഞ്ഞൊരു പരിപാടി എന്റെ പൊന്നുപോന് വേണ്ടാന്ന്. എടാ നീയൊക്കെ എന്തോ വിചാരിച്ചിരിക്കുന്നേ? ഏതെങ്കിലും ഒരു തരികിട ബൈബിൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തിട്ട് സെൻട്രൽ പാസ്റ്റർ ആകുന്നവരാ ഇപ്പോഴത്തെ ബിരുദന്മാര്. ചൊവ്വേ നേരെ തെറ്റുകൂടെ ആശീർവാദം പറയാൻ ഇവറ്റകൾക്കൊന്നും അറിയത്തില്ല. അത് വെച്ച് നോക്കുമ്പം എന്റെ കൊച്ചക്ക് രാജേഷെങ്കിലും കഴിഞ്ഞ. എടാ അത് തന്നെ ധാരാളം, അത്രയും മതി. പിന്നെ നമ്മുടെ സഭയില് പാസ്റ്റർ ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. ഓക്കെ, മക്കള് അങ്ങോട്ട് കയറി ബാഗൊക്കെ വെച്ചിട്ട് അങ്ങ് പോ. കാര്യം എന്താണെന്നറിയാമോ? ചെന്നാ പാസ്റ്റർ ഇച്ചിരി സമയം ഒന്ന് തരും. ഒരു കീറങ്ങ് കീറിയരും. ഇപ്പോഴത്തെ സമയം പയറ്റി തെളിയാനുള്ള സമയം. എന്റെ പൊന്നുമോൻ ഒന്ന് പയറ്റി തെളിഞ്ഞിട്ട് വേണം, കൈ തെളിഞ്ഞിട്ട് വേണം ഈ അപ്പായ്ക്ക് ഒരു ക്രൂസൈഡൊക്കെ നടത്തി ഒന്ന് ഗമയായിട്ട് നടക്കാൻ. കേട്ടോ, മറക്കല്ലേ മക്കളെ. ആഹാ, നല്ല സ്തോത്രാഴ്ച വീഴും. എന്റെ കർത്താവേ, ഈ അപ്പയുടെ ഒരു സുവിശേഷ ദാഹം. എടാ നീ ദൈവത്തെ വിളിക്കാനിരിക്കുന്നതേ ഉള്ളൂ, നീ തുടങ്ങിയതേ ഉള്ളൂ. അപ്പര് പാരവെക്കാനുണ്ടതായ നീ നിന്റെ സഹോദരിക്കും, മനസ്സിലായില്ലേ? ഇവനേ ഉള്ള എന്റെ കുഞ്ഞ്, അറിയാമല്ലോ അത്. നമുക്ക് എന്തേലും കഴിക്കാം. ലീലാമ്മേ, മോളെ ബാ, നമുക്ക് യോഗത്തിന് പോവാം. പാസ്റ്റർ വിളിച്ചില്ലേ പോയത്? വന്നാട്ട് ഓടി ഓടിയ സമയം ഒത്തിരി ഓടി വാ. ഓടി ഓടി വാ, സമയായി. മോളെ വന്നാട്ട്. അപ്പച്ചാ, എന്താ മോളെ? അപ്പച്ചാ, ഞങ്ങൾ ഇന്ന് പെന്തക്കോസ്ത് ഹാളിൽ ആരാധനയ്ക്ക് പോകുന്നത്. ഇപ്പുറത്ത് വന്ന പാസ്റ്റർ ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടേ. ഓക്കെ ഓക്കെ. അപ്പൊ അപ്പച്ചാ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, ടേബിളിൽ എടുത്ത് കഴിക്കണേ. ശരി ശരി മോളെ. പിന്നെ ആ കഥ കടയ്ക്കാൻ മറക്കല്ലേ അപ്പച്ചാ, കള്ളന്മാരുടെ ഭയങ്കര ശല്യമായി ഇപ്പോഴും. ശരി ശരി ശരി. പോവാ എന്തൊക്കെ സൊള്ളി. അപ്പേ അപ്പ പ്രാർത്ഥനയ്ക്കൊന്നും വരുന്നില്ലേ? ഇതോ അങ്ങോട്ട് നോക്കിയേ, പള്ളിക്കാരാ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. അല്ലെങ്കിലും ജോർജ് അങ്കിളിനും ആന്റിക്കൊക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ടാ നമ്മുടെ അപ്പ ഇവിടെ വെറുതെ കുത്തി. എടി നീ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നേ? എന്തിനാ ഇപ്പൊ ഈ ഉപവാസ പ്രാർത്ഥന പാസ്റ്റർ വെച്ചത്? പാപികൾ മാനസാന്തരപ്പെടാൻ. അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചേ. ജോർജ് മുഴുത്ത പാപിയാടി. ഞാൻ വിശുദ്ധനാ, ഞാൻ പണ്ടേ പെട്ടതാ. ഓ അത് ശരി, അപ്പ ഇപ്പൊ ഇതിനും പെട്ട് കിടക്കുക. നിനക്ക് പെട്ടുകിടക്കുന്നോടാ? അവരെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എവരിപ്പോ വല്ലാണ്ട് പെട്ടു കിടക്കുക. നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞുവിട്ടിട്ട് എവന്റെ പരിപാടി എന്താണെന്ന് അറിയാമോ? സീരിയൽ കാണാനാ. അയ്യേ നാണക്കേട്. എന്നിട്ട് എവരെ കരച്ചില് കാണണം. ഇങ്ങനെ കേട്ടോ, ദൈവം അങ്ങ് വെച്ചേക്കുവാ. 85 വർഷം പഴക്കമുള്ള ക്യാമറ ഇങ്ങനെ കടന്നു പിടിപ്പാ എല്ലായിടത്തും. ഞാൻ എന്റെ പ്രത്യാശ താങ്കളോട് അടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വിശ്രമിക്കും. നീ ഇവിടെ കുറ്റിയൊക്കെ പിടിച്ച് ഇങ്ങനെ ആഗ്രഹം പിടിച്ചോണ്ട് വിട്ടിരുന്നു. ഞാൻ പോയേക്കാം. ഷോ പ്രാർത്ഥന തുടങ്ങാറായി, നമുക്ക് പോവാം. പോവാണേ. ദൈവിക സാന്നിധ്യവും ദൈവാത്മ സ്പർശനവും നിറഞ്ഞു നിന്ന ഒരു അനുഗ്രഹീത ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ചായ, ഇന്ന് എന്ത് നല്ല സന്തോഷമായിരുന്നു ആരാധനയ്ക്ക് അല്ലേ? ജീവിതത്തിൽ ഇന്നാണല്ലോ നമുക്ക് ഇത്ര വലിയ ഭാഗ്യം ലഭിച്ചത്. രക്ഷകനെ കണ്ടുമുട്ടാൻ ഇടയായല്ലോ. ശരി പപ്പ, ഇന്ന് നമ്മൾ ശരിക്കും മാനസാന്തരപ്പെട്ടു. നമ്മൾ ഇന്ന് സ്വതന്ത്രരായ ദിവസമാണ്. യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നു. അങ്ങനെയെങ്കിൽ ആ അന്തോണിച്ചൻ്റെ വീട്ടിൽ നമുക്കൊന്ന് പോകണം. നമുക്ക് പോയിട്ട് കഥ പറയാടാ. നിനക്ക് കഥ കേൾക്കണോ സീരിയൽ? കിട്ടുണ്ടെങ്കി വാ. അപ്പൊ ഇവിടെ ഇരുന്ന് സീരിയൽ കാണുന്നതിന് പകരം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നു. എന്റെ ദൈവമേ, എന്നാ അനുഗ്രഹമായിരുന്നു ഈ അച്ഛൻ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും ദൈവകൃപയുള്ളത് ഞാൻ വിചാരിച്ചില്ല. അയ്യോ, ആ ജോർജ് ലീല, ആ ആന്റി ഒക്കെ എന്നാ കരച്ചിലായിരുന്നു. പക്ഷെ ഞാനും കരഞ്ഞു പോയി അത് കണ്ടിട്ട്. അവര് എന്തൊക്കെ തോട്ടായിരുന്നു. അച്ഛൻ ഇങ്ങനെയാണോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടാ ഇങ്ങോട്ട് നില്ല. ഇവൻ ആരാ? എന്റെ മോൻ. മനസ്സിലായോ? സൺഡേ സ്കൂൾ മുതലേ വിടുവിടുക്കൻ. മനസ്സിലായല്ലേ? അതാണ് മക്കളെ. നല്ല കട്ടിക്കിച്ച് ആഹാരമൊക്കെ കൊടുക്കട്ടെ, പാസ്റ്റർ ആവാനുള്ളത്. എന്തോണിച്ചോ? സുബിയെ, എന്തോണിച്ചോ?
ഇനി അടുത്ത പുകലിൽ ഇറങ്ങിയേക്കോ കേട്ടോ, മാപ്പിളയും മമ്പളയും കൂടെ. അന്തോണിച്ചോ ഇവിടെ ഉണ്ട്. വന്നേ. ആ, ഒരു കാര്യം പറയട്ടെ. അതിനൊക്കെ ഇവിടെ കിടപ്പുണ്ട്, ഞാൻ തൊട്ടിട്ടില്ലേ. അന്തോണിച്ചാ, ഞങ്ങളെ നേരെ നോക്കിക്കേ. ഞങ്ങളുടെ മുഖം കണ്ടോ? ഇന്നലെ വരെ ജീവിച്ച ജോർജും കുടുംബവുമല്ല ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ഞങ്ങൾ ആരാധനയ്ക്ക് പോയത് നിങ്ങളുടെ ചർച്ചിലാണ്. അന്തോണിച്ചൻ്റെ മകനാണ് ഇന്ന് മെസ്സേജ് തന്നത്. ക്രിസ്തുവേശുള്ള ഭാവം നിങ്ങൾ ഉണ്ടാകട്ടെ എന്നുള്ള മെസ്സേജ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി. ഞങ്ങൾ പുതിയ സൃഷ്ടിയായിരിക്കുകയാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് അന്തോണിച്ചൻ്റെ കല്ലുപിടിപ്പുണ്ട്. അന്തോണിച്ചൻ്റെ കല്ല എത്ര വേണമെങ്കിലും മാറ്റിട്ട് കൊള്ളുക. എനിക്കതിനകത്ത് യാതൊരു പരിഭവമില്ല. എൻ്റെ വാക്കിലോ എൻ്റെ നടപ്പിലോ എൻ്റെ പ്രവൃത്തിയിലോ അന്തോണിച്ചൻ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്തോണിച്ചൻ എന്നോട് ക്ഷമിക്കുക. യേശു കർത്താവ് എൻ്റെ പാപം ക്ഷമിച്ചു തന്നുവെങ്കിൽ ഞാൻ അന്തോണിച്ചനോട് ക്ഷമ ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അന്തോണിച്ചനോട് ക്ഷമ പറയുന്നു. മോനെ, നിന്നെ മക്കൾ അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളെ ആന്റി ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം മക്കള്. ഇന്നത്തെ വചനം കേട്ടപ്പോൾ എനിക്ക് ശരിക്കും വേദന തോന്നി. നിങ്ങളെ ഞാൻ വിഷമിപ്പിച്ചു. മാപ്പിളയും കൊണ്ട് പുതിയൊരു അടവും കൊണ്ട് നടത്തിയേക്കും അന്തോണിയുടെ അടുത്ത്. ഈ വിളവ് ഇങ്ങോട്ട് ഇറക്കല്ലേ ജോർജ്. അന്തോണി സഹോദര, അടവല്ലിത് അനുഭവത്തിന്റെ മാറ്റമാ. കഴിഞ്ഞ 1 വർഷത്തിലേറെയായി ഞാൻ അവർക്ക് വേണ്ടി കഴിച്ച പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും ദൈവം ഇന്ന് എനിക്ക് മറുപടി നൽകി. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം വലിയ വായിൽ നിലവിളിച്ചുകൊണ്ടാണ് ജോർജ് സഹോദരൻ എൻ്റെ അടുക്കൽ വന്നത്. ക്രിസ്തുവിന്റെ ഭാവം ഉൾക്കൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായാണ് ഇന്ന് ജോർജ് സഹോദരൻ എൻ്റെ അടുക്കൽ വന്നത്. പാസ്റ്ററേ, എന്നോട് ക്ഷമിക്കൂ പാസ്റ്ററേ. എൻ്റെ സ്നേഹിതന്റെ രൂപാന്തരം പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ ആ മാറ്റത്തിന് കാരണം എന്താണെന്ന് നിനക്കറിയാവോ? നമ്മുടെ സുബിൻ മോൻ ഇന്ന് അവിടെ നടത്തിയ മെസ്സേജ്, അത് ദൈവീക പ്രകാശനമുള്ള മെസ്സേജായിരുന്നു. അത് അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തി. ഒരുവൻ മാനസാന്തരപ്പെട്ടാൽ ആദ്യം അവനിൽ ഉണ്ടാകുന്നത് പശ്ചാത്താപമാണ്. ആ പശ്ചാത്താപത്തിന്റെ ഫലമാണ് ഇന്ന് അദ്ദേഹം വന്ന് നിന്നോട് ക്ഷമ പറഞ്ഞത്. അത് നിനക്ക് മനസ്സിലായോ കുഞ്ഞെ? പാസ്റ്ററേ, ക്രിസ്തുവിന്റെ ഭാവമില്ലാത്ത ആത്മീക തിമിരം ബാധിച്ച ഒരു അന്ധനാ ഞാൻ. പക്ഷേ അന്ധനായ എൻ്റെ കണ്ണു തുറന്ന ജോർജ, ഇവനാ എന്നേക്കാൾ ശ്രേഷ്ഠൻ. തീർച്ചയായും ജോർജെ, എത്രയധികം ദ്രോഹങ്ങളാണ് നിനക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ഈ പടി കടന്ന് എൻ്റെ പുരയ്ക്കകത്ത് വന്ന് ക്ഷമിക്കണമെന്ന് എന്നോട് പറയുവാനുള്ള മഹാമനസ്കത നീ കാണിച്ചു. തിരിച്ച് ക്ഷമിക്കണമെന്ന് പറയാനുള്ള യോഗ്യത, ആ വാക്കിന്റെ കേവല യോഗ്യത പോലും എനിക്കില്ല. എങ്കിലും എല്ലാം നീ എന്നോട് പൊറുക്കണം. മാത്തുക്കുട്ടി, നമ്മൾ ഭാഗ്യം ചെയ്ത ജന്മങ്ങളാണ്. നമ്മുടെ സ്വപ്നമല്ലോടാ എന്നിവിടെ പൂവണിഞ്ഞത്. കണ്ടോ നമ്മുടെ മക്കൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത്? ഇതാണോ നമ്മളെ എത്ര നാൾ ഇവിടെ ഇട്ടിരുന്നത്? ഓ, നമ്മുടെ മക്കൾ ക്രിസ്തുവിന്റെ ഭാവം തന്നെയുള്ള ഇത് അറിയുമോ? ഇനി ഇതിൽ പറ എന്ത് ഭാഗ്യമാണോ നമുക്ക് വേണ്ടത്? മക്കളെ, എത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി ഈ അതിർവരമ്പും സർവ്വകലൊന്നും നമുക്ക് വേണ്ട. അളവ് കൂടാതെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നമുക്കുള്ളപ്പോഴേ നമ്മുടെ എന്തിനാണ് ഈ സർവ്വകല്? മക്കളെ മോളെ ഒടിയൊന്ന് പിടിച്ച് അമ്മച്ചിരി കാലം കൂടെ എടുക്കണ്ട. സമാധാനമാണ്, എനിക്ക് സമാധാനമായി. എൻ്റെ പാസ്റ്റർ ഇത്ര വേഗം ഈ പ്രശ്നം അങ്ങ് പരിഹരിച്ചോ? അകത്തിരുന്ന് ഞാൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒരു സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഇവർ മനുഷ്യന്മാരായത്. ഇന്നലെ വരെ മുഖത്തോട് മുഖം നോക്കിയ കീരിയും പാമ്പുമായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു 2 ദിവസം. പക്ഷേ ഇപ്പോഴാണ് ഇവർ ശരിക്കും മനുഷ്യന്മാരായത്. എന്ത് മറിമായ പാസ്റ്റർ ഇവിടെ സംഭവിച്ചത്? സോമ, ഇത് മറിമായമല്ല, മനംമാറ്റമാ.
ക്രിസ്തുവിൻ്റെ സ്നേഹം അവരുടെ ഉള്ളിൽ വന്നപ്പോൾ അവർ യഥാർത്ഥ സ്നേഹിതന്മാരായി. ഇപ്പോൾ അവരുടെ ഇടയിൽ ഒരു അതിർവരമ്പുകളുമില്ല. ഇങ്ങനെ സ്നേഹിക്കുന്നൊരു യേശു ഉണ്ടോ? മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു യേശു ഉണ്ടെങ്കിൽ ആ യേശുവിനെ അറിയുവാൻ എനിക്കും ആഗ്രഹമുണ്ട്. ആ യേശുവിനെ എനിക്കും വേണം. സോമ, തീർച്ചയായും നമ്മളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ വസിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ സ്നേഹം എല്ലാ മനുഷ്യൻ്റെയും മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുന്ന അതിശക്തമായ സ്നേഹമാണ്. നിനക്കറിയാമോ, വേദപുസ്തകത്തിൽ സക്കായി എന്നൊരാളുണ്ടായിരുന്നു. ലോകത്തിന് മുഴുവൻ കൊള്ളാത്ത കൊള്ളപ്പലിശക്കാരനായ സക്കായി. വളരെ ദുഷ്ടത പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ചുങ്കക്കാരനായ സക്കായി. കർത്താവിൻ്റെ സ്നേഹത്തെ അവൻ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ, അവൻ അതിനുവേണ്ടി കർത്താവിനെ ഒന്ന് കാണാൻ ശ്രമിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അവൻ്റെ ഉള്ളിൽ ഇറങ്ങി വന്നു. ചരിത്രകാരന്മാർ പറയുന്നത് യേശുവിൻ്റെ വലിയൊരു ശിഷ്യനായി സക്കായി മാറിയെന്ന്. അതേപോലൊരു രൂപാന്തരം സംഭവിക്കാൻ ഇവിടെയും കർത്താവ് പ്രവർത്തിക്കാൻ ഇപ്പോഴും ശക്തനാണ്. നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിലുള്ള ഭാവം എന്നിൽ നിഴലിടേണം. ക്രിസ്തുവിനായി ഞാൻ എന്നും ഉത്തമമായി വിളങ്ങും. ക്രിസ്തുവിലുള്ള ഭാവം എന്നിൽ നിഴലിടേണം. ക്രിസ്തുവിനായി ഞാനെന്നും ഉത്തമമായി വിളങ്ങും. ക്രിസ്തുവിൻ താഴ്മ ധരിക്കാം, ക്രിസ്തുവിൻ സൗമ്യത പോ, ക്രിസ്തുവിൻ ആർദ്രതയും, ക്രിസ്തുവിൻ മനസ്സലിവും. ക്രിസ്തുവിൻ താഴ്മ ധരിക്കാം, ക്രിസ്തുവിൻ സൗമ്യത പോ, ക്രിസ്തുവിൻ ആർദ്രതയും, ക്രിസ്തുവിൻ മനസ്സലിവും. മനോഹരമായ ഒരു സ്കിറ്റ് നമ്മൾ യേശുവിൻ്റെ മനോഭാവം എന്നുള്ളതിനെ ആസ്പദമാക്കി കണ്ടു കഴിഞ്ഞു. നാം കണ്ടല്ലോ, ചെറിയ ചെറിയ വിഷയങ്ങൾ മതി പലപ്പോഴും നമ്മുടെ സ്വഭാവങ്ങൾ വ്യതിചലിക്കുന്നതിന്. എന്നാൽ യേശുവിൻ്റെ മനസ്സ് നമ്മിലേക്ക് വരുമ്പോൾ അതൊന്നും വിഷയങ്ങളേ അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് മലീമസമായ മനസ്സുകളുടെ ഉടമകളെ ക്രിസ്തുവിൻ്റെ മനസ്സായി രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതാണ് യാഥാർത്ഥ്യത്തിൽ ശരിയായ അത്ഭുതമെന്ന് പറയുന്നത്. അതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ബ്രദർ അനിൽ ആയൂർ എഴുതി അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.